RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം 10 പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഷബ്ന സിയാദുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഷബ്ന പറയൂ. ബിനിൽ, പാലക്കാട് കെ ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. 10 പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 2022 ഏപ്രിൽ 16 പാലക്കാട് RSS നേതാവായ കെ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. കടയിൽ കയറി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് തന്നെ നയിച്ച ഒരു സംഭവം കൂടി ആയിരുന്നു ഇത്. പോപ്പുലർ ഫ്രണ്ടിന് നിരവധി പ്രവർത്തകർ ഈ കേസിൽ പ്രതിയേർത്തിരുന്നു. അതിൽ 17 പേർക്ക് നേരത്തെ തന്നെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഇന്നിപ്പോൾ 10 പേർക്ക് കൂടി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും 17 പ്രതികൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രഥമദൃഷ്ട ശരിയാണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മുമ്പ് ഇവർക്ക് 17 പേർക്ക് ജാമ്യം അനുവദിച്ചത്. ഇന്നിപ്പോൾ ഇവർ ജയിലിൽ കിടന്ന കാലയളവ് കൂടി കണക്കിലെടുത്ത് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എറണാകുളം NIA കോടതി ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. ഇതിനെതിരെയുള്ള അപ്പീലാണ് ഇന്ന് ഹൈക്കോടതി വിധി പറഞ്ഞത്. പാലക്കാട് ഏലപ്പുള്ളി ശരി, വ്യക്തമാണ്. പാലക്കാട് ഏലപ്പുള്ളി സ്വദേശിയായിട്ടുള്ള ശ്രീനിവാസൻ വധക്കേസിൽ 10 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.